അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എന്താണെന്നറിയോ? ഈ ഒരു ചെടി ഏതാണെന്നറിയോ? നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് സീനിയ ചെടിയാണ്. ഇതിൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിൽക്കുന്ന വേറൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ ഈ ചെടിയിലെ പൂക്കളെല്ലാം ഏകദേശം നാശമായി. നമുക്കിതിൻ്റെ വിത്തുകൾ എടുക്കാനായിട്ട് കുറേ വിത്തുകൾ കരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വിത്തുകളൊക്കെ എങ്ങനെയാണെന്നും കൂടെ എടുക്കുന്നത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വിത്തെടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചെടിയുണ്ടല്ലോ, ഇതുപോലെ പൂത്ത് നിൽക്കുന്ന ചെടിയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വിത്തുകളാണ് ഇപ്പം എല്ലാം ഉണങ്ങി വന്നിട്ട് നമ്മൾ വിത്തുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പം അതായത് ഈ ഒരു ചെടി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ സീനിയ ചെടിയുടെ വിത്തുകളെല്ലാം ഉണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ മൂത്ത് നോക്കി നോക്കി വേണം പറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് തന്നെ വീണ്ടും നമ്മളുണ്ടല്ലോ ആദ്യം മുളപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും കുറേ പുതിയ ചെടികളായിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ നട്ടുപിടിപ്പിച്ച് വിത്തുകൾ വരുമ്പോൾ വീണ്ടും എടുത്ത് വെക്കുക, പിന്നെയും പാകി മുളപ്പിക്കുക, അങ്ങനെ ചെയ്ത് കൊണ്ടുവരേണ്ട ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മിനിയേച്ചർ സീനിയ എന്നല്ല കേട്ടോ. സീനിയ പ്ലാന്റ് ഒക്കെ എല്ലാം അങ്ങനെ തന്നെയാണ്. കൂടുതൽ സീസണൽ പ്ലാന്റ് ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് കുറേ കളറുണ്ട്, ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട്. ഒരു 3-4 കളറുകളുണ്ട്. ഇതിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വിത്തുകൾ വരും കേട്ടോ. അപ്പം നമ്മുടെ സീനിയ ചെടീൻ്റെ വിത്തുകളാണ് കേട്ടോ നമ്മൾ ഈ പറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഉണ്ടാകുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതിൻ്റെ വിത്തുകൾ നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ ചെടിയുണ്ടല്ലോ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഈ അല്ലികളെല്ലാം നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ചുവട്ടിലൊരു കുറച്ച് വിത്താട്ടം ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഇങ്ങനെ നമ്മൾ എടുക്കണം. കണ്ടോ, ഇതെല്ലാം വിത്താണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ കിട്ടുന്നതാണ് നമ്മുടെ സീനിയ ചെടീൻ്റെ വിത്ത്. ഇനി ഇതെല്ലാം നമ്മൾ പാകി മുളപ്പിച്ച് നമുക്ക് പുതിയ നല്ല ചെടികൾ ആക്കിയെടുക്കണം കേട്ടോ. എല്ലാ വിത്തുകളും മുളയ്ക്കുന്ന വിത്താണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഇതിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുത്തിട്ട് നമ്മളെടുക്കുന്ന വിത്താണല്ലോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം മുളയ്ക്കുമെന്ന് 100% ഉറപ്പ് തന്നെയല്ലേ. അപ്പോൾ ഇനി ഇതുണ്ടല്ലോ, ഈ കിട്ടിയ വിത്ത് എന്തായാലും നമുക്ക് ഈ ഒരു ചെടിയുടെ ചോട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിവിടെ കിടന്നങ്ങ് മുളയ്ക്കട്ടെ. ഇതുപോലെ നമ്മൾ കായ് കൊടുക്കണം. ഇനി അത് നമ്മൾ നനച്ചൊക്കെ കൊടുക്കുമ്പോൾ അവിടെ തന്നെ മുളച്ച് വന്നോളൂ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ വിത്തുകൾ വീണിട്ട് നമ്മൾ പാകിയതൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ എപ്പോഴോ കൊഴിഞ്ഞിങ്ങനെ ചട്ടിയിൽ തന്നെ വീണിട്ട് അങ്ങനെ മുളച്ച വിത്തുണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ഞാൻ പാകിയതൊന്നുമല്ല, ഇതുപോലെ തന്നെ ചട്ടിയിൽ നട്ടിട്ട് വിത്ത് ഇതേപോലെ വീണ് മുളച്ച് നിൽക്കുന്ന തൈകളാണ് കേട്ടോ. ഇനി ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് പറിച്ച് മാറ്റി നട്ടാൽ പുതിയ ചെടി ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് സീനിയ ചെടീൻ്റെ വിത്തുകൾ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ നല്ലൊരു പൂന്തോട്ടം നമുക്ക് ഒരുക്കാവുന്നതാണ്.